So welcome back to Basis Physics Classroom. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് എനർജി പവർ ആണ്. ഓക്കെ, വർക്ക് എനർജി പവർ. Now ഈ വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവോ ജെഇ എക്സാമോ ഏത് എക്സാം എടുത്തോട്ടെ പരീക്ഷയ്ക്ക് ലോസ് ഓഫ് മോഷനും വർക്ക് എനർജി പവറും മിക്കവാറും ലിങ്ക് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ പ്രതീക്ഷിക്കാം വർക്ക് എനർജി പവർ എന്ന്. അതുപോലെ ഇവിടെ പഠിക്കുന്ന കൺസെപ്റ്റ് ലോസ് ഓഫ് മോഷനിലുള്ള പോലെ ഇവിടെ പഠിക്കുന്ന കൺസെപ്റ്റ് ഈവൻ ഇൻ യുവർ 12th സ്റ്റാൻഡേർഡ് ടോപ്പിക്സ് ഇറ്റ് ഇസ് നീഡഡ് ഫോർ യു, റൈറ്റ്? അപ്പൊ വർക്ക് എനർജി പവർ എന്ന ചാപ്റ്റർ ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ ചാപ്റ്റർ, ഒരു ഡിഫിക്കൽട്ടിയും ഇല്ല, ബട്ട് ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ അഗെയിൻ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എല്ലാ വീഡിയോസും സാർ എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയില്ല, ചിലത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് സം ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഷ്യൂരിറ്റി ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിലൊന്നാണ് നമ്മുടെ വർക്ക് എനർജി പവർ. ഓക്കെ, വർക്ക് എനർജി പവറിൽ നിങ്ങൾ കാണുമ്പോൾ 3 ടേംസ് ഉണ്ട്. ഒന്ന് വർക്ക്, 2 പവർ, 3 എനർജി. ഓക്കെ, അപ്പൊ വർക്ക് എന്ന് പറയുന്നത് എന്താണ് ആദ്യം പറഞ്ഞുതരാം. വർക്ക്, സപ്പോസ് എനിക്കൊരു ജോലിയുണ്ട്, ഐ വോണ്ട് ടു, ഞാൻ എപ്പോഴും ക്ലാസ്സിലൊക്കെ പറയാറുള്ള സിമ്പിൾ എക്സാമ്പിൾ ആണ്, എനിക്ക് ഈ ഭിത്തി ഇവിടുന്ന് തള്ളി മറിച്ച് താഴെ ഇടണം. ഓക്കെ, അപ്പൊ ഞാൻ കൊണ്ട് പുഷ് ഓൺ ദിസ് വോൾ, പുഷ് ചെയ്തു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് പുഷ് ചെയ്തു. പക്ഷേ വൈകുന്നേരം എന്നെ ഈ ജോലി ഏൽപ്പിച്ച വീടിന്റെ മുതലാളിയില്ലേ വന്ന് നോക്കും, ഓ ഈ ഭിത്തി ഇവിടെ തന്നെ ഉണ്ടല്ലോ, പക്ഷെ ഞാനത് വേർത്ത് വിളിച്ചിരിക്കുക. ബട്ട് ഡസ് ദാറ്റ് മീൻ ദാറ്റ് ഞാൻ ജോലി ചെയ്തെന്നാണ് എടുത്തുകൊണ്ടോ? ഇല്ല. പക്ഷെ പുള്ളി എനിക്ക് പൈസ തന്നില്ല. പുള്ളി പറഞ്ഞു ഐ ഹാവ് നോട്ട് ഡൺ എനി വർക്ക്, സോ ഹി വോണ്ട് ഗിവ് മീ എനി പേയ്മെന്റ്. ഇസ് ദാറ്റ് റൈറ്റ്? യെസ്, in a way that has to be right. Why, you know? Because work done എന്ന് പറഞ്ഞാൽ work done, which is a scalar quantity, work done എന്ന് പറഞ്ഞാൽ force dot displacement. It's a dot product of force and displacement. നമ്മുടെ work done. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, there has to be a visible displacement I can see over there. But displacement ഇല്ലെങ്കിൽ അവിടെ എന്തില്ല എന്ന് പറയേണ്ട വരും, വർക്ക് ഡൺ ഇല്ല എന്ന് പറയേണ്ട വരും, റൈറ്റ്? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് അറിയാലോ. എന്താ ഡിസ്പ്ലേസ്മെന്റ്? The shortest distance between the initial and final point എന്ന് പറയും, അല്ലെ? സോ ഒരു വൺ സൈഡഡ് മോഷൻ ആണെങ്കിൽ ഡിസ്റ്റൻസ് is actually equal to displacement. അതുകൊണ്ടാണ് നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ പറയുന്നത് displacement is always less than or equal to distance. Okay, now coming back, the work done എന്ന് പറഞ്ഞാൽ dot product of force and displacement. സംശയമില്ല. So we can write this as Fs cos theta. പ്രശ്നമുണ്ടോ? So this is equal to Fs cos theta. അപ്പൊ work done എന്ന് പറഞ്ഞാൽ Fs cos theta ആണ്. It is the dot product of force and displacement. Now suppose I have a body like this. ഇതിനകത്ത് കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് F1 വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് F2 വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് F3 വരുന്നുണ്ട്. So remember a very important point here, and let the displacement be S also. Okay, new position S ആണ്, displacement S ആണ്. അപ്പൊ നിങ്ങളോട് ഓർത്ത് വെക്കേണ്ട ഒരു വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ the work done by F1 is independent of the work done by F2. F2 ഇവിടെ F2 മാർക്ക് ചെയ്തില്ല അല്ലെ? അപ്പൊ നമുക്ക് F2 വിളിക്കാം. Work done by F2, it is independent of the work done by F3. പറഞ്ഞു മനസ്സിലായോ? F1 ചെയ്യുന്ന വർക്ക് F1-നെയോ F2-നെയോ F3-നെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ but the total work done depends on the work done by F1, the work done by F2, the work done by F3. So the total work done depends on F1 plus F2 plus F3 vectors ആണ് dot the displacement, the total work done. സോ എന്താ ഈ വർക്ക് ഡണിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഫോഴ്സ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ആണ്. അപ്പൊ ഒരു യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ, പ്രശ്നമില്ല. Or you can write it as joules. So work done is force into displacement, or F dot S. The work done by n number of forces depends on all the forces acting on the body, but the work done by one force does not depend on the work done by the other force. Samjhilala? Okay. Now suppose ഈ വർക്ക് ഡൺ
ഈ വർക്ക് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല എന്ന് വിചാരിച്ചു. സേ ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഒരു ചെയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാർട്ട് ഉണ്ട്. രാവിലെ തൊട്ട് ഞാനത് വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് ഒരേ ഫോഴ്സിൽ ഇത് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന്? പറ്റുമോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ എനർജി കുറഞ്ഞു വരും. എനർജി കുറഞ്ഞു വരും, അപ്പൊ സ്ലോ ഡൗൺ ആവും. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മാറിയില്ലേ? മാറിയോ? ഫോഴ്സ് മാറി. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ, if it is a function of the displacement, how do you find it? The work done by a variable force. അപ്പൊ നമുക്കിത് ഫോഴ്സ് എന്ന് വരയ്ക്കാം. ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ my force is varying like this. ആദ്യം കൂടി, പിന്നെ ഒന്ന് കൂടി, ഇടയ്ക്ക് വെച്ച് കുറച്ച് ബൂസ്റ്റ് കളിക്കുക, പാലൊക്കെ കുടിച്ചു, എന്റെ വർക്ക് ഡൺ ഒന്ന് കൂടി, ഫോഴ്സ് ഒന്ന് കൂടി, and it is coming back down again. So one thing you have to remember is the area under force displacement curve will give you work done. Very important. NEET questions വന്നിട്ടുള്ളതാണ്, KEAM വന്നിട്ടുള്ളതാണ്. ഓക്കെ, സോ ജെയ്ക്ക് വരുമെന്ന് അങ്ങനെ പ്രതീക്ഷിക്കണ്ട. സോ സപ്പോസ് ഒരു ഗ്രാഫ് എന്റെ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഓരോ പോയിന്റിലും മാർക്ക് ചെയ്ത് 1 ഉം 2 എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 10 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറയും വാട്ട് ഇസ് ദ വർക്ക് ഡൺ? എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ അണ്ടർ ദ curve gives you the work done. Okay, scalar quantity ആണ്, മറക്കരുത്. Okay, so now area under the force displacement curve gives you the work done എന്ന് പറഞ്ഞു. അതുപോലെ ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, work done is equal to integral f dx, assuming force and displacement is in the same direction. അതാ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇന്റഗ്രൽ എഫ് ഡി എക്സ്. അപ്പൊ x1 മുതൽ x2 വരെയാണ് പോകുന്നതെങ്കിൽ I can write it as x1 to x2 f dx, the work done. So നമ്മൾ work done കുറിച്ച് പറഞ്ഞു എന്തൊക്കെയാണ്? It is the dot product of force and displacement. The work done by one force is independent of the work done by the other force, but the total work done is equal to what? Total work done depends on all the forces, right? And the work done by variable force, integral x1 to x2 f dx. നമുക്ക് നീറ്റും ജെയുടെ ക്വസ്റ്റ്യനൊക്കെ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഫോർ എക്സാമിനേഷൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ നമുക്ക് അടുത്ത ടേമിലേക്ക് പോകാം. ദാറ്റ് ഈസ് പവർ. എന്താണ് പവർ? ഐ എം എ പവർഫുൾ പേഴ്സൺ എന്ന് ചിലരൊക്കെ പറയുന്നത് കേൾക്കാം. വാട്ട് ഈസ് പവർ? പവർ ഇസ് ആക്ച്വലി ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ആരുടെ ചോദിച്ചാൽ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. എന്ത്? Power is the capability or the capacity to do work. അല്ലേ? അതുകൊണ്ട് നമ്മൾ പവർ എങ്ങനെ എഴുതാറ്? പവർ is equal to work done by time taken എന്ന് എഴുതാറുണ്ട്. ആവറേജ് പവർ ഓഫ് പവർ അല്ലേ? ഓർ ഇങ്ങനെ എഴുതാലോ, പവർ is equal to rate of doing work. നമുക്ക് ഓൾറെഡി W എന്താണെന്ന് അറിയാം, F dot S. So we can replace it here, d by dt of F dot S. d by dt of F dot S. F കോൺസ്റ്റന്റ് ആണെങ്കിൽ F പുറത്തേക്ക് എടുക്കാലോ. So ds by dt എന്ത് വരും? Derivative of displacement with respect to time. പറ. It will be velocity, right? So you can write power is equal to F dot V. Rotation dynamics ക്ലാസ്സിൽ എന്ന് പറഞ്ഞത് നമ്മൾ അനലോഗസ് വെച്ച് കമ്പയർ ചെയ്തത്. So power is equal to F dot V. Power is equal to the work done by the time taken. Okay, power അല്ലേ, അവന്റെ യൂണിറ്റ് എന്താ? ഒരു യൂണിറ്റ് വാട്ട്സ്. ഒരു യൂണിറ്റ് വാട്ട്സ്. മറ്റൊരു യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. മറ്റൊരു യൂണിറ്റ് നമ്മൾ ഫേമസ്ലി യൂസ് ചെയ്യുന്ന വീട്ടിലൊക്കെ അരയുടെ മോട്ടോർ, ഒന്നിന്റെ മോട്ടോർ എന്നൊക്കെ പറയാറില്ലേ? വാട്ട് ഇസ് ദാറ്റ് റെഫറിംഗ് ടു? ഹോഴ്സ് പവർ, ഉദിരശക്തി. 1 horsepower is equal to what? 746 watts. 1 horsepower is equal to 746 watts. മനസ്സിലല്ലോ? ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. പണ്ട് കീമിനൊക്കെ വന്നിട്ടുള്ള ഒരു ആവശ്യം, ചിലപ്പോൾ തന്നില്ലെങ്കിലോ ക്വസ്റ്റ്യനില്. So be sure to remember this value. 1 horsepower is equal to 746 watts. Clear? Right. അപ്പോൾ വർക്ക് പറഞ്ഞു, പവർ പറഞ്ഞു. Going on to energy. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് എനർജിയിലേക്കാണ്. എനർജി എന്ന് പറയുമ്പോൾ പല ഫോംസ് ഓഫ് എനർജി ഉണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന എനർജി എന്താ? നിങ്ങൾ കേൾക്കാന്ന് പറയുമ്പോൾ എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലെ? വാട്ട് ഇസ് ദാറ്റ്? സൗണ്ട് എനർജി. പിന്നെ നിങ്ങൾ യൂസ് സംതിങ്, എന്ത് ഉപയോഗിച്ച്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് അല്ലെ? അതെന്ത് എനർജിയാ?
ഇലക്ട്രിക്കൽ എനർജി പിന്നെയോ ഫാൻ ഉണ്ടാവില്ല മുറിയില്, അത് എ സി ആണ് ഇട്ടിട്ടുള്ളത്. എന്തായാലും ഇറ്റ്സ് എ മെക്കാനിക്കൽ എനർജി ആണല്ലോ, എ സി ആകുന്നുണ്ട് ഫാൻ, അപ്പൊ മെക്കാനിക്കൽ എനർജി. അപ്പോ അങ്ങ് ഇടുക്കിന്നും മുല്ലപ്പെരിയാറിൽ നിന്നും മറ്റേ പവർ സ്റ്റേഷൻസിൽ നിന്നൊക്കെ വി ആർ ആക്ച്വലി കൺവേർട്ടിങ് സംതിങ് ഇൻ ടു സംതിങ്. എന്താ സംതിങ്? ആ സംതിങ് എന്താണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, എനർജി. അപ്പൊ എനർജി പല ഫോംസ് ഉണ്ട്. ജിയോ തെർമൽ ഉണ്ട്, ന്യൂക്ലിയർ ഉണ്ട്, ടൈഡൽ ഉണ്ട്, വിൻഡ് ഉണ്ട്. പക്ഷെ നമ്മുടെ കൺസേൺ അതൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കിട്ടാൻ കാരണക്കാരനായ ഒരു എനർജി ഏതാ? അത് ഹൈറ്റില് വെള്ളം വെച്ചേക്കുന്നു. എവിടെ? ഡാമില്. സോ വാട്ട് ഇസ് ദാറ്റ് എനർജി കോൾഡ്? ഇറ്റ് ഇസ് നോൺ ആസ് പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ഈ പൊട്ടൻഷ്യൽ എനർജി ഉള്ള വെള്ളം എങ്ങോട്ട് ഒഴുകും? ഇറ്റ് ഇസ് മൂവിംഗ് ഡൗൺ ത്രൂ പൈപ്സ് അല്ലെ? ഈ പൈപ്സിലുള്ള വെള്ളം താഴത്തേക്ക് ഒഴുകുമ്പോൾ അത് എന്തായി മാറി? ഇറ്റ് ഇസ് മൂവിംഗ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ എനർജി പോസസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് കോൺഫിഗറേഷൻ ഓർ പൊസിഷൻ. രണ്ട് വാക്ക് പറഞ്ഞേ, ഏതൊക്കെയാണ്? കോൺഫിഗറേഷൻ ഓർ പൊസിഷൻ. പൊസിഷൻ ആണ് ഡാമിനൊക്കെ, ഹൈറ്റിൽ വെള്ളം നിൽക്കുക. സോ ഇവിടെ ഈ ഡസ്റ്റർ ഇവിടെ ഇരിക്കുമല്ലേ, ഞാനിത് ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നു. വെറുതെ പോകാൻ പറ്റുമോ? ഇല്ല. I have to do some work. Using this work, I'm able to lift this box up. Right? Using this work, I'm lifting it up. അപ്പൊ ഞാൻ ചെയ്ത വർക്കാണ് ഇവിടെ എന്താകുന്നത്? എന്റെ പൊട്ടൻഷ്യൽ ആണ്. അവിടെ നിൽക്കട്ടെ. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദി പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. അപ്പൊ ഈ വെള്ളം അവിടെ നിന്ന് ഒഴുകി വരിക, ഇവിടെ നിന്ന് നമ്മുടെ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന വെള്ളം going through pipes, right? It is going through pipes. So this water has the velocity now. വെള്ളത്തിന് എന്തുണ്ട്? ഒരു വെലോസിറ്റി. വെലോസിറ്റി ഉണ്ടെങ്കിൽ എന്ത് എനർജിയാണ് മക്കളെ? കൈനറ്റിക് എനർജി, റൈറ്റ്? സോ വി ഹാവ് എ കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് ഈ രണ്ട് എനർജിനെ കുറിച്ച് പഠിച്ചാൽ മതി right now at least, right? So potential energy and kinetic energy. So when you talk about potential energy, you know the expression. നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ അല്ലേ? എന്താ? അത് is equal to mgh. സംശയമൊന്നുമില്ലല്ലോ. ആൻഡ് ഞാൻ പറഞ്ഞു പൊസിഷൻ ആണെങ്കിൽ mgh പറയാം. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് എന്റെ കയ്യിൽ ഒരു സ്പ്രിംഗ് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിച്ചു. ഇതൊരു മാസാണ് M. ഞാൻ ഈ മാസ് അങ്ങോട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്യുക. അവിടെ പോയി പുഷ് ചെയ്യാൻ പറ്റുമെന്നല്ല, ഇങ്ങനെ പുഷ് ചെയ്യാം. മാസ് ഇങ്ങനെ പുഷ് ചെയ്തു എന്നിട്ട് റിലീസിംഗ് ദ മാസ് എന്ത് പറ്റും? അത് ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും അല്ലെ? സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ഞാൻ ഈ സ്പ്രിംഗ് സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക അല്ലെ? സോ ദിസ് എനർജി ഇസ് ഓൾസോ നോൺ ആസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന് സപ്പോസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K, നമുക്ക് ഇങ്ങനെ പറയാം, for this system the potential energy is equal to half K x square. K is the spring constant or the force constant, x is the extension in the spring or the spring. Okay, x is the extension in the spring. So energy due to the position or configuration, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. Okay. Now kinetic energy, the basic and most very common equation, kinetic energy is equal to half mv square. Kinetic energy is equal to half mv square. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് about momentum, linear momentum. So linear momentum P is equal to mv ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ അത് ബേസ് ചെയ്ത് this equation can be written as kinetic energy is equal to p square by 2m എന്ന് എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Why? Because questions will come from this portion. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയാം. നോർമലി ക്വസ്റ്റ്യൻ വരുന്നത് കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി പറയും, എന്നിട്ട് അവർ പറയും momentum is increased by 10%. What is the new kinetic energy? Kinetic energy is decreased by 20%. What is the new momentum? അങ്ങനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ് ഇക്വേഷൻ യൂസ് ചെയ്തത്. Okay, very very important. Alright, now you might be aware of energy conservation. അല്ലേ? എന്താ energy conservation എന്ന് പറഞ്ഞാൽ? Based on energy conservation, we can say that energy can neither be created nor be destroyed. Okay, it can be converted from one form to another. അല്ലേ?
It cannot be created nor be destroyed. It can be converted from one form to another. But ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ ഫുഡ് കഴിച്ച എനർജി എല്ലാം എന്തായി മാറും? സൗണ്ട് എനർജി, എൻ്റെ മൂവ്മെന്റ്സ് are there. So maybe a kinetic energy is there, a potential is there. So അതാണ് energy is getting converted, right? അതുപോലെ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ബേസിൽ നമുക്ക് പറയാം ടോട്ടൽ മെക്കാനിക്കൽ എനർജി is always conserved. ഞാനൊരു ഒബ്ജക്റ്റ് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ what is happening? ഈ ഡ്രോപ്പ് ചെയ്യുന്ന ഒബ്ജക്റ്റ് താഴെ എത്തുമ്പോൾ ഹൈറ്റിൽ ഇരുന്നപ്പോൾ അവനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. ആ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ച് അവൻ താഴെ എത്തുമ്പോൾ എന്തായി മാറും? അവന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഓക്കെ, ഈ ഐഡിയ നമുക്ക് തരുന്നതാണ് വർക്ക് എനർജി തിയറംസ്. അപ്പൊ നമുക്ക് രണ്ട് വർക്ക് എനർജി തിയറംസ് ആണ് ഉള്ളത്. ഒന്ന് വർക്ക് എനർജി തിയറം നമ്പർ 1 and വർക്ക് എനർജി തിയറം നമ്പർ 2. Okay, now we are moving on to work energy theorems. Okay, so first one, the work energy theorem number 1. It's actually very simple. According to work energy theorem number 1, the work done is equal to the change in kinetic energy. Work done is equal to the change in kinetic energy. So we can write like this: kinetic energy change in the variable, it is actually equal to the final kinetic energy minus the initial kinetic energy, or we can also write it like this: half mv square minus half mu square. Half mv square minus half mu square. അവിടെ എന്താ v എന്ന് പറയുന്നത്? v is a final velocity. എന്താ u എന്ന് പറയുന്നത്? u is a initial velocity. Okay, but work energy theorem number 1 എന്ന് പറയുന്നത് എന്താണ്? Work done is equal to the change in kinetic energy, അതായത് the final kinetic energy minus the initial kinetic energy. Okay, now moving on to the next theorem. രണ്ടാമത്തെ തിയറം നമ്മുടെ വർക്ക് എനർജി തിയറം നമ്പർ 2. ഇതൊരു സെക്കൻഡ് ശ്രദ്ധിക്കണം, എന്നാലേ പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുള്ളൂ. Now, according to the work energy theorem number 2, ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ the work done on a body, I repeat, the work done on a body decreases its potential energy. Work done on a body എങ്ങനെയല്ലേ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യുന്ന? അങ്ങനെ ഡിക്രീസ് ചെയ്യണമെങ്കിൽ a condition is needed there. According to work energy theorem number 2, the work done on a body decreases its potential energy if the work is done by a conservative force. അപ്പോൾ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ the work done on a body decreases its potential energy. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ മതി. ഞാൻ ഈ ഡസ്റ്റർ ഒരു ഹൈറ്റിലാണല്ലോ, താഴത്തേക്ക് ഇടാം. അപ്പൊ ഹൈറ്റിലേക്കും എന്താ എനർജി ഉള്ളത്? അവന് ഹൈറ്റിലേക്കും അവന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സംശയം ഉണ്ടാവും? എനി ഡൗട്ട്സ്? ഇല്ല. ഹൈറ്റിലിരിക്കുമ്പോൾ അവന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇവ താഴത്തേക്ക് വരുമ്പോഴോ എന്തായി മാറിയത്? It changes into a part of that changes into kinetic energy. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ, എന്താണ് ഈ കൺസർവേറ്റീവ് ഫോഴ്സ്? രണ്ട് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ് മെയിൻലി നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് കൺസർവേറ്റീവ് ഫോഴ്സ്, രണ്ട് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഏതൊക്കെയാ? കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും. Now കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these forces are path independent. എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പിന്നെ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഇതൊന്നും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അവരെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഒരു ടോട്ടൽ പാത്ത് എടുക്കുമ്പോൾ the work done will be corresponding to 0. ടോട്ടൽ പാത്ത് എന്ന് പറയുമ്പോൾ ഇതിപ്പോ മുകളിലേക്ക് പോയി താഴത്തേക്ക് വന്നു, മുകളിലേക്ക് പോയി താഴത്തേക്ക് വന്നു. That's a complete path അല്ലെ? മുകളിലേക്ക് പോവുക, താഴത്തേക്ക് വരിക. That's a complete path. So the complete path എടുക്കുമ്പോൾ for a conservative force means the work done for a complete cycle will be 0. പക്ഷെ നോൺ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ it depends on the path. Say for example, ഇതൊരു ബോഡി, ഇതൊരു സർഫസിലൂടെ പോവുക. എന്റെ കൈയാണ് സർഫസ്. അപ്പൊ എന്തായാലും അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും, ഇല്ലേ? സോ നോൺ കൺസർവേറ്റീവ് എന്ന് വെച്ചാൽ പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. എന്ത് ഡിപ്പെൻഡന്റ് ആണ്? പാത്ത് ഡിപ്പെൻഡന്റ് ആണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ പാത്ത് ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷൻ അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എല്ലാം പാത്ത് ഡിപ്പെൻഡന്റ് ഫോഴ്സസ് ആണ്. എന്താ വിസ്കസ് ഫോഴ്സ്? the force in frictional force in fluids. Okay, so ഇതൊക്കെ പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. അവിടെ ഡിസിപ്പേഷൻ ഓഫ് എനർജി ഉണ്ടാകാം, അല്ലെ? പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. ആൻഡ് ആസ് എ റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് ഇവിടെ ഒരിക്കലും വർക്ക് ഡൺ എന്തെന്ന് പറയാൻ പറ്റില്ല.
0 എന്ന് പറയാൻ പറ്റില്ല. Total work done will not be equal to 0 for a complete path. രണ്ട് ഫോഴ്സസ്, കൺസർവേറ്റീവ് ഫോഴ്സ് ടോട്ടൽ വർക്ക് ഡൺ ഓഫ് എ കംപ്ലീറ്റ് പാത്ത് 0, മറ്റത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് W is not equal to 0. Okay, now അപ്പോൾ രണ്ടിന്റെ എക്സാമ്പിൾസും ക്ലിയർ ആണല്ലോ, റൈറ്റ്? So based on that ആണ് work energy theorem 2 നമ്മൾ പറഞ്ഞത്. Work done by a conservative force on a body decreases its potential energy. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, work done is equal to minus of change in potential. Decreases എന്ന് കാണിക്കാൻ വേണ്ടിയാ മൈനസ് സൈൻ ഇട്ടത്. Or you can write it as like this, W is equal to minus of P final minus P initial. Or you can also write it like this, P initial minus P final. So the work done is equal to the initial potential energy minus the final potential energy. Clear? Right. So ഇവിടെ work done is equal to final kinetic energy minus initial kinetic energy. ഇവിടെ വന്നപ്പോൾ നേരെ തിരിഞ്ഞു, work done is equal to the initial potential minus the final potential. Right? Now, one more thing, ഇനി നമുക്ക് സ്പ്രിങ്ങിന്റെ ഫോർമുല, നമ്മൾ സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞിരുന്നു, half k x square ആണ്. അതിന്റെ ഫോർമുല ഇങ്ങനെ എഴുതാം, half k x1 square minus half k x2 square. ഇങ്ങനെ എഴുതാം. Fine, we can also write it like this. So, ഇതൊരു സ്പ്രിംഗ് സിസ്റ്റത്തിന്റെ വർക്ക് ഡൺ ആണ്. ഇതൊരു നോർമൽ ഒബ്ജക്ട് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ, ദാറ്റ് ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം നമ്പർ 1 ആൻഡ് വർക്ക് എനർജി തിയറം നമ്പർ 2. Alright? Okay. Now we are moving on to potential energy function and equilibrium. Now we move on to potential energy function. Now potential energy function എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ ടോപ്പിക്, പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ജാവ പവർഫുൾ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല പ്രത്യേകിച്ച്. നമ്മുടെ പൊട്ടൻഷ്യൽ സാധാരണ നമ്മളൊരു വാല്യൂ ആണ് എഴുതാറ്, അതിന് പകരം ഇറ്റ് ഇസ് എക്സ്പ്രസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് പൊട്ടൻഷ്യൽ എനർജി is equal to 2x square plus 2x. അത്രയേ ഉള്ളൂ. Potential energy is expressed as a function. It varies with respect to the x value there. It varies with respect to the displacement value there, x value there. The potential energy function base ചെയ്ത് നമുക്ക് ആക്ച്വലി equilibrium define ചെയ്യാം. Okay. Now equilibrium എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താ equilibrium എന്ന് പറഞ്ഞാൽ? Equilibrium എന്ന് പറഞ്ഞാൽ yes, equilibrium എന്ന് പറഞ്ഞാൽ it's a condition of net force is equal to 0. അല്ലേ? അപ്പൊ നമുക്ക് based on potential energy function we can write like this, F is equal to minus du by dx. സംശയമുണ്ടോ? എങ്ങനെ എഴുതിയേ? ഓക്കെ, നമുക്കറിയാലോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്താ? വർക്ക് ഡൺ ആണല്ലോ, സംശയമില്ല. മൈനസ് ഓഫ് ദാറ്റ്. സോ എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താ? വർക്ക് ഡൺ അല്ലേ? അപ്പൊ അത് തന്നെയാണ് നമ്മുടെ വർക്ക് എനർജി തിയറം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നോ ഡൗട്ട്സ് ടു ബി ദാറ്റ്. അപ്പൊ ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ തരുവാണ്, എക്സാമ്പിൾ ഇതാണ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോളൂ. യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ ഈക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ നിങ്ങളോട് പറഞ്ഞത് ഈക്വിലിബ്രിയം ആണെന്ന്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈക്വിലിബ്രിയം ആണോ എന്ന്. ഈക്വിലിബ്രിയം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? du by dxന്റെ u of xന്റെ ഡെറിവേറ്റീവ് എടുക്കണം. എന്നിട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്താണ്? ഈക്വിലിബ്രിയം ആണ്. മനസ്സിലായല്ലോ? നൗ ചിലപ്പോൾ ചോദിക്കും ഈക്വിലിബ്രിയം പൊസിഷൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? സോ വി കൻ ടേക്ക് ദിസ് ഫംഗ്ഷൻ. അപ്പൊ ഈക്വിലിബ്രിയം ആണെങ്കിൽ f is equal to minus du of x by dx should be equal to 0 because equilibrium എന്ന് പറയുമ്പോൾ net force acting on a body will be equal to 0. സംശയമില്ലല്ലോ? ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ what do you get? 4x plus 2 equal to 0. Fine. So x is equal to 2 അപ്പുറത്തേക്ക് പോയി minus 1 by 2 എന്ന് വരും അല്ലേ? So x is equal to minus 1 by 2 is the equilibrium position for this potential energy function. Okay. Now, നമ്മൾ equilibrium എങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് 3 states of equilibrium പഠിക്കണം. Okay, actually there are more than that. പക്ഷെ നമുക്ക് we'll concentrate on 3 states of equilibrium. ഒന്ന്, stable equilibrium. Stable equilibrium. Now stable equilibrium മനസ്സിലാക്കാൻ വേണ്ടി I'll just take a small example here. Suppose I have a hemispherical ball.
ഒരു ഹെമിസ്ഫെരിക്കൽ ബൗൾ ഉണ്ട്, ഒരു ബോൾ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഫോഴ്സ് കൊടുത്തു ഇവിടെ, പതുക്കെ തട്ടുക, എന്നാ പറ്റും? ചെറിയ ഫോഴ്സ് കൊടുത്ത് പതുക്കെ തട്ടുമ്പോൾ എന്ത് പറ്റും? ദിസ് ബോൾ ആക്ച്വലി മൂവ്സ് അപ്പ് അല്ലേ? പക്ഷെ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കുവോ? ഇല്ല. ഇറ്റ്സ് എ സ്മൂത്ത് സർഫസ്. ഓക്കെ, നിൽക്കില്ല. അത് എങ്ങോട്ട് വരും? തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വരും. അവിടെ കറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുമോ? ഇല്ല, തിരിച്ച് ഇങ്ങോട്ട് വരും. ഇറ്റ് മേ ഓസിലേറ്റ്. പക്ഷെ എത്ര ഓസിലേറ്റ് ചെയ്താലും, സിൻസ് വി നോ ദാറ്റ് നത്തിങ് ഇസ് ഐഡിയൽ ഇൻ നേച്ചർ, തിരിച്ച് എങ്ങോട്ട് വരും? ടു ഇറ്റ്സ് മീൻ പൊസിഷൻ. അതായത് അവനെ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്താലും ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്താലും അവൻ എങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു? അവന്റെ ഈക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, ആൻഡ് ദിസ് condition we call it as a stable equilibrium. എങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്താലും it is coming back to its original equilibrium position. And അത് stable equilibrium ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? Now equilibrium ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം അല്ലേ? എങ്ങനെയാ equilibrium കണ്ടുപിടിക്കുന്നത്? du of x by dx is equal to 0 ആണെങ്കിൽ equilibrium ആണ്. സംശയമില്ലല്ലോ. ഇനി stable equilibrium ആണെങ്കിൽ d square u of x by dx should be greater than 0. അതായത് second order derivative of the potential energy function if greater than 0 ആണെങ്കിൽ അത് stable equilibrium ആണ്. second order derivative greater than 0 ആണെങ്കിൽ അത് stable equilibrium ആണ്. അപ്പൊ ഈ എക്സാം നമ്മൾ ചെയ്തത് -1/2 കിട്ടിയേ x ന്റെ പൊസിഷൻ, അത് നമുക്ക് stable equilibrium ആണെന്ന് ചെക്ക് ചെയ്താലോ? ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് 4x + 2 അല്ലേ കിട്ടിയേ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 4 > 0 അല്ലേ? അതെ. അപ്പൊ ഇതെന്ത് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്? ഇറ്റ്സ് എ സ്റ്റേബിൾ ഈക്വിലിബ്രിയം, റൈറ്റ്? സോ അതാണ് സ്റ്റേബിൾ ഈക്വിലിബ്രിയം. അപ്പൊ സ്റ്റേബിൾ ഈക്വിലിബ്രിയം ആണോ ചെക്ക് ചെയ്യാൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, നൗ ദി നെക്സ്റ്റ് വൺ ഈസ് അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം പറയാൻ ഐ എം ടേക്കിംഗ് ദ സെയിം ഹെമിസ്ഫെരിക്കൽ ബൗൾ, പക്ഷെ ഒന്ന് കമത്തി വെക്കുക. ബോൾ ഇവിടെ വെച്ച്, ബോൾ ഇവിടെ വെച്ച് കഴിയുമ്പോൾ പതുക്കെ തട്ടി ഇങ്ങോട്ട് പോകും, താഴത്തേക്ക് പോകും, പിന്നെ മുകളിൽ കയറി വരുമോ? ഇല്ല. അൺലെസ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് എ മാഗ്നറ്റ് ഓർ സംതിങ്. ഇല്ല, വരില്ല. സോ താഴത്തേക്ക് പോയി. അതിന്റെ അർത്ഥം അൺസ്റ്റേബിൾ ആണ്. ഇവിടെ എങ്ങനെ ഇരിക്കും? അത് ആരും അനക്കുന്നില്ല, ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അതവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ പതുക്കും തട്ടിക്കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴും. അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം. ആൻഡ് അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം ആണ് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈക്വിലിബ്രിയം നിങ്ങൾക്ക് അറിയാം, എന്ത് ചെയ്താൽ മതി? du/dx എന്താവണം പറഞ്ഞോ? du/dx 0 ആവണം. അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം ആണോ ചെക്ക് ചെയ്യാൻ the second order derivative should be less than 0. d square u of x by dx less than 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം ആയിരിക്കും. ക്ലിയർ? സംശയമില്ലല്ലോ. അപ്പൊ സ്റ്റേബിളും അൺസ്റ്റേബിളും. സ്റ്റേബിൾ ഗ്രേറ്റർ ദാൻ 0, അൺസ്റ്റേബിൾ ആണെങ്കിൽ ലെസ് ദാൻ 0. Now the third one, neutral equilibrium. But neutral equilibrium പറയാൻ I'll just take the case of ഒരു ടേബിൾ എടുക്കാം നമുക്ക്. ഓക്കെ, ഒരു ഗ്രൗണ്ട്. അപ്പോ ഒരു ബോൾ ഇതിലൂടെ ഉരുണ്ട് പോവുക. ബോൾ ഇസ് മൂവിങ് അലോങ് ദിസ്, നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടേബിൾ ആണ്. ഞാൻ പതുക്കെ തട്ടി, എന്ത് പറ്റി? ഇതിങ്ങനെ ഉരുണ്ടങ്ങ് പോകും. ഇങ്ങോട്ട് തട്ടി, എന്ത് പറ്റും? പതുക്കെ ഉരുണ്ടങ്ങ് പോകും അല്ലെ? such an equilibrium we call it neutral equilibrium. ഓക്കെ, അപ്പൊ ന്യൂട്രൽ ഈക്വിലിബ്രിയം ആണോ അതെങ്ങനെ ചെക്ക് ചെയ്യും? ന്യൂട്രൽ ഈക്വിലിബ്രിയം ആണെങ്കിൽ സ്ലോപ്പ് ഇല്ല, അവിടെ സ്ലോപ്പ് ഉണ്ടോ? സോ d square u of x by dx square should be equal to 0. അപ്പൊ ന്യൂട്രൽ ഈക്വിലിബ്രിയം ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പൊ സ്റ്റേബിൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, അൺസ്റ്റേബിൾ ആണെങ്കിൽ ലെസ് ദാൻ 0 സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ആൻഡ് ന്യൂട്രൽ ഈക്വിലിബ്രിയം ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മസ്റ്റ് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. ബിക്കോസ് ഇതിന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസസ് ഒന്നല്ലെങ്കിൽ ഈക്വിലിബ്രിയം പൊസിഷൻ കണ്ടുപിടിക്കാനോ ഇങ്ങനെയൊക്കെ വരാം. ഓക്കെ, ഇത് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ പ്ലീസ് മേക്ക് ഷുവർ യു ലേൺ ദിസ്. ഓക്കെ, alright, so now we move on to the next part of the chapter, and that is collisions. Okay, now collisions. Collisions.
Now, when you talk about collisions, the first and the foremost thing you have to remember and learn is about momentum conservation. Linear momentum conservation. Okay. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മൊമെന്റം കൺസർവേഷൻ എന്താണെന്ന്. ഡു യു റിമെമ്പർ? കുഴപ്പമില്ല, ഒന്നുകൂടി ഞാൻ പറയാം. മൊമെന്റം കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഇസ് 0, then the momentum will be conserved. I repeat, if the net external force acting on a body is 0, the momentum will be conserved. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, initial momentum should be equal to the final momentum based on linear momentum conservation. Initial momentum should be equal to the final momentum based on linear momentum conservation. അപ്പോൾ PI initial momentum അല്ലേ, P final is the final momentum. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. രണ്ട് ബോൾസ്, ഇവന്റെ മാസ് m1, ഇവന്റെ മാസ് m2, ഇവന്റെ വെലോസിറ്റി u1, ഇവന്റെ വെലോസിറ്റി u2. They are moving in the same direction. Okay, they are colliding. After collision, they are moving again. With the velocity v1, with the velocity v2. Okay, so in such a case, we can write that based on momentum conservation, നമുക്ക് ഇങ്ങനെ എഴുതാം m1 u1 plus m2 u2 is equal to m1 v1 plus m2 v2. So linear momentum is conserved. So momentum conservation we have written. Okay. അപ്പോൾ കൊളീഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മൊമെന്റം കൺസർവേഷൻ ആണ്. ബിക്കോസ് ഇതില്ലാതെ നമുക്ക് വി കനോട്ട് മൂവ് ഫോർവേഡ്. ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ കൊളീഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് കൊളീഷൻസിനെ കുറിച്ച് പറയണം. ഒന്ന് 1 ഡയമെൻഷണൽ കൊളീഷനെ കുറിച്ച് പറയണം, രണ്ട് 2 ഡയമെൻഷണൽ കൊളീഷനെ കുറിച്ച് പറയണം. ഓക്കെ. അപ്പൊ 2 ഡയമെൻഷണൽ കൊളീഷനിൽ നമുക്കൊരു ഫൈനൽ എക്സ്പ്രഷൻസിലേക്ക് ഒന്നും എത്താൻ എളുപ്പമല്ല. അതുകൊണ്ട് ആ മെത്തഡോളജി ഐ വിൽ എക്സ്പ്ലെയിൻ ഹൗ ടു സോൾവ് ഇറ്റ്. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. അതിനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ചാൻസസ് കുറവാണ്, വരികയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സോൾവ് ഇറ്റ്. ഓക്കെ. അപ്പൊ കൂടുതലും 1 ഡയമെൻഷണൽ കൊളീഷനിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. സോ കൊളീഷൻസ്. ആദ്യം 1 ഡയമെൻഷണൽ കൊളീഷൻ. അപ്പൊ 1 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ എന്താണ് ഈ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്? 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതാണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇറ്റ് ഇസ് എ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതിനാണ് എന്ത് പറയുന്നത്? 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒന്നല്ലെങ്കിൽ എക്സ് ആക്സിസ്, അല്ലെങ്കിൽ വൈ ആക്സിസ്, അല്ലെങ്കിൽ Z ആക്സിസ്, ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്യുന്നത്. ബാക്കി 2 കോർഡിനേറ്റ്സ് വിൽ ബി കോൺസ്റ്റന്റ് ഓർ 0. ഓക്കെ. അപ്പൊ 1 ഡയമെൻഷണൽ കൊളീഷൻ 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇലാസ്റ്റിക് കൊളീഷൻ. ഇതിനിടയ്ക്ക് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നും പറയാറുണ്ട്. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഇലാസ്റ്റിക് കൊളീഷൻ. 2 ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ. 3 പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഏതൊക്കെയാണ്? ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ. ആദ്യം ഇലാസ്റ്റിക് ആണെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുന്നത് 2 ഇലാസ്റ്റിക് ബോഡീസിന്റെ തമ്മിലാണ്. ഓക്കെ. അപ്പൊ 2 ഇലാസ്റ്റിക് ബോഡീസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ നടക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫുട്ബോൾ 2 സൈഡിൽ നിന്ന് വരുമെന്ന് വിചാരിച്ചു, ഓർ വോളിബോൾ 2 സൈഡിൽ നിന്ന് ഹിറ്റ് ചെയ്തു. ഹിറ്റ് ചെയ്യുന്ന ഇൻസ്റ്റന്റ് എന്ത് സംഭവിക്കും? നിങ്ങൾ ചില ടോം ആൻഡ് ജെറി കാർട്ടൂൺസിലൊക്കെ കണ്ടു കാണും. നമ്മൾ മുഖത്തേക്ക് ഇങ്ങനെ ഇടിക്കുമ്പോ എന്നാ വെച്ചേ, മുഖം ഇങ്ങനെ ചളങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു വിഷ്വൽ കണ്ടു കാണും നിങ്ങൾ അല്ലെ? സോ മുഖം ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റ് ഇസ് റീഗെയിനിങ് ദ ഒറിജിനൽ ഷേപ്പ്. അപ്പോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ഇലാസ്റ്റിക് കൊളീഷനില് ഇൻസ്റ്റന്റ് ഓഫ് കൊളീഷനില് ഒരു ഡീഫോർമേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ ഇൻസ്റ്റന്റ് കഴിഞ്ഞ ദൂരേക്ക് മാറുന്ന സമയത്ത് ദിസ് ഗെറ്റ്സ് കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ദി ഒറിജിനൽ ഷേപ്പ്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ച് പഠിച്ചപ്പോ ഇറ്റ് ഇസ് എനർജി പോസസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ അല്ലെ? അതായത് 2 ഒബ്ജക്ട്സ് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ. ഇവര് വരുന്നത് ഒരു കൈനറ്റിക് എനർജിയിലാണല്ലോ. ഈ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡീഫോർമേഷൻ ഉണ്ടാകും. ഈ ഡീഫോർമേഷനില് എ പാർട്ട് ഓഫ് ദ കൈനറ്റിക് എനർജി വിൽ ബി സ്റ്റോർഡ് ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. ഡീഫോർമേഷനിൽ കുറച്ച് കൈനറ്റിക് എനർജി എന്തായിട്ട് സ്റ്റോർ ആയി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആയി. ഇനി അപ്പോ അവര് ഡീഫോംഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ വരുന്ന കൈനറ്റിക് എനർജി തന്നെ എവിടെ ഉണ്ടാവില്ല, പോകുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഇലാസ്റ്റിക് ബോഡീസിന്റെ പ്രത്യേകത, ഇലാസ്റ്റിക് കൊളീഷനിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൊളൈഡ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ ഒരു ഡീഫോർമേഷൻ ഉണ്ടായാലും
when they move from each other, എന്ത് പറ്റും? They regain their original shape. അതായത് കൊളീഷൻ നടന്ന സമയത്ത് ഒരു പാർട്ട് ഓഫ് ദ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയി മാറിയെങ്കിലും ജസ്റ്റ് ആഫ്റ്റർ ദ ഇൻസ്റ്റന്റ് ഓഫ് കൊളീഷൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ദി കൈനറ്റിക് എനർജി കൺസർവേഷൻ. ഓക്കെ, സോ ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൺസേർഡ് ആണ്. ഒന്ന് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അവിടെ മൊമെന്റം കൺസേർഡ് ആണ്. മൊമെന്റം ഇസ് കൺസേർഡ്. അപ്പൊ രണ്ട് ബോഡീസ് നേരത്തെ ഫിഗർ വരച്ചതുപോലെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: m1u1 plus m2u2 is equal to m1v1 plus m2v2. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇനീഷ്യലി വന്ന് ഹിറ്റ് ചെയ്ത കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റവും സെയിം ആയിരിക്കും. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ഇങ്ങനെ എഴുതാം: half m1u1 square plus half m2u2 square should be equal to half m1v1 square plus half m2v2 square. Fine. System initial kinetic energy and the final kinetic energy should be equal. ഏത് കൊളീഷനില? ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി m1 ന്റെ വാല്യൂ അറിയാം, u1 ന്റെ വാല്യൂ അറിയാം, u2 ന്റെ വാല്യൂ അറിയാം, m2 ന്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് v1 v2 കണ്ടുപിടിക്കാമല്ലോ. കാരണം രണ്ട് ഇക്വേഷൻ ഉണ്ട്, നമുക്ക് സോൾവ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല ഏത് ഇലാസ്റ്റിക് കൊളീഷനിൽ. ഓക്കെ, നൗ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? അവിടെ മൊമെന്റം കൺസേർവ്ഡ് ആ, ഒരു സംശയം വേണ്ട. മൊമെന്റം ഇസ് കൺസേർവ്ഡ് there. Okay, momentum is conserved there, but kinetic energy is not conserved. Kinetic energy not conserved. So why do you say that kinetic energy is not conserved? എന്തുകൊണ്ടാണ് kinetic energy conserved അല്ല എന്ന് പറയുന്നത്? So let's look at that. Okay, so like we mentioned earlier, in inelastic collision what is happening there is, ഞാനിപ്പോ അത് പറഞ്ഞേ ഉള്ളൂ ഇവിടെ ഇലാസ്റ്റിക് കൊളീഷൻ പറഞ്ഞപ്പോ. അതായത് രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്യുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടില് ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ ബ്രദേഴ്സും അല്ലെങ്കിൽ അച്ഛനമ്മയൊക്കെ വഴക്കൂടുന്നുണ്ടല്ലോ. അപ്പൊ ഒരിക്കലും അവര് ചെയ്യാൻ പാടില്ല. എന്നാലും ചിലപ്പോ സപ്പോസ് അവർ രണ്ട് അലൂമിനിയം കലം എടുത്ത് അവർ അങ്ങ് എറിഞ്ഞെന്ന് വിചാരിച്ചു. രണ്ട് അലൂമിനിയം കലം എടുത്ത് രണ്ട് സൈഡിൽ അലൂമിനിയം കലം വരിക, നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് മാറി തല ഇടിക്കാതിരിക്കാൻ. ഈ രണ്ട് അലൂമിനിയം കലം വന്ന് കൂട്ടിയിടിച്ചു. They are moving on the separate ways. പല രീതിയിൽ പോകാം അല്ലെ. ഒന്ന്, ഈ രണ്ട് അലൂമിനിയം കലം കൂട്ടിയിടിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അലൂമിനിയം ആണ്, ചളങ്ങും. There will be a deformation. ഇല്ലേ? There will be a deformation. Let me ask you one question. ഈ ഡിഫോർമേഷൻ ഇത് അവിടെ താഴെ വീഴുന്നതിന് ശേഷം അത് സ്വന്തമായിട്ട് തിരിച്ച് ഒറിജിനൽ ഷേപ്പിലേക്ക് വരുമോ? വരില്ലേ. അപ്പൊ ഒരു ഡിഫോർമേഷൻ ഉണ്ട് അവിടെ. അതിന്റെ അർത്ഥം എന്താ? ഇനീഷ്യൽ കൈനറ്റിക് എനർജിയിൽ ഉണ്ടായിരുന്ന ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഒരു ഭാഗം എന്തായിട്ട് മാറി? അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആ ഡിഫോർമേഷനിൽ സ്റ്റോർ ആയി. So a part of the kinetic energy is getting converted into the potential energy and stored in the body. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കുമോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റവും ഫൈനൽ കൈനറ്റിക് എനർജി സെയിം ആണോ? അല്ല. എന്തുകൊണ്ടാ അല്ലാത്ത? കുറച്ച് ഭാഗം അവിടെ എന്തായിട്ട് സ്റ്റോർ ആയി? പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ആയി. അതുകൊണ്ടാണ് പറയുന്നത് ഈ രണ്ട് ബോഡീസ് കൂട്ടിയിടിക്കുമ്പോ എന്ത് പറ്റില്ല? If there is a deformation, കൂട്ടിയിടിച്ചതിന് ശേഷം ഒരു ഡിഫോർമേഷൻ ഉണ്ടായെങ്കിൽ അവിടെ അർത്ഥം it is an inelastic collision and kinetic energy is not conserved. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം? മൊമെന്റം കൺസർവേഷൻ ഇക്വേഷൻ നമുക്കുണ്ട്, ഇറ്റ്സ് കൺസർവ്. ഈ ഇക്വേഷൻ ഇസ് there. പക്ഷെ കൈനറ്റിക് എനർജി കൺസർവേഷൻ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. രണ്ട് അൺനോൺസും ഒരു ഇക്വേഷനും പറ്റില്ലേ. എങ്ങനെ സോൾവ് ചെയ്യും? ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഞാൻ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് വൺ ഓൾസോ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂട്ടിയിടിക്കും. അപ്പൊ നേരത്തെ എടുത്ത് അലുമിനിയം കലം എടുക്കുക. ഒരാള് മേ ബി യുവർ മദർ ഇസ് മോർ സ്ട്രോങ്ങർ ദാൻ യുവർ ഫാദർ. അപ്പൊ എന്ത് പറ്റും? അമ്മ എറിയുന്ന കലം ഇങ്ങനെ കൂട്ടിയിടിച്ചിട്ട് അച്ഛന്റെ കലം കൊണ്ട് പോയി അങ്ങോട്ട് പോകും. So what is happening is after collision,
ഈ രണ്ട് കലവും ഒരുമിച്ച് നീങ്ങുകയാണെങ്കിൽ അങ്ങനെ നീങ്ങാൻ പറ്റുമോ? പറ്റും. അതായത് ഒരാളുടെ ഡിഫോർമേഷനില് മറ്റേ ആളിങ്ങനെ ട്രാപ്പ് ആയിരുന്നു. After collision, they are sticking with each other. If they are sticking with each other, we can say that after the collision, they are moving with a common velocity. Very important. After the collision, they are moving with a common velocity. So, that's the situation angle. We call it a perfectly inelastic collision. But the momentum equation momentum equation will be m1u1 plus m2u2 equal to m1 plus m2 into v. m1 plus m2 into v. They're moving with a common velocity. Okay. Appo പക്ഷെ ഇവിടെ momentum conservation fine. ഒരു പ്രശ്നമില്ല. പക്ഷെ again here kinetic energy is not conserved. എന്തുകൊണ്ടാ? After collision ഇങ്ങനെയല്ലേ പോകുന്നത്? ഒരു ഡിഫോർമേഷൻ അല്ലേ അവിടെ? ഡിഫോർമേഷൻ എന്ത് സംഭവിക്കും? Part of the kinetic energy is stored in the deformation as its potential energy. അല്ലേ? So പ്രശ്നം വരുന്നത് inelastic collisionലും perfectly inelastic collisionലും momentum conserved ആണ്. പക്ഷേ എന്തില്ല? kinetic energy conservation ഇല്ല. അതായത് നമുക്ക് രണ്ട് അൺനോൺസ് ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണമെങ്കിൽ, ഇവിടെ ഒരു പ്രശ്നമല്ല അത്, രണ്ട് അൺനോൺസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വേണ്ടേ? പക്ഷെ ഇന്നെലാസ്റ്റിക് വന്നാൽ അതില്ല. അപ്പോഴാണ് ന്യൂട്ടൺ ഡിഫൈൻഡ് ന്യൂട്ടൺസ് എംപെരിക്കൽ ഫോർമുല. ന്യൂട്ടൺ ഡിഫൈൻ ചെയ്തു ന്യൂട്ടൺസ് എംപെരിക്കൽ ഫോർമുല. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണത്. What is that you know? E. You defined a term E. E he defined as the velocity of separation by the velocity of approach, v2 minus v1 divided by u1 minus u2. Velocity of separation by the velocity of approach, അദ്ദേഹം ഇതിനെ വിളിച്ചു coefficient of restitution. Coefficient of restitution. E. Elastic collision ആണെങ്കിൽ the value of E will be equal to 1. Inelastic collision ആണെങ്കിൽ the value of E lies between 0 and 1. Perfectly inelastic ആണെങ്കിൽ the value of E is equal to 0. അപ്പോൾ ഇലാസ്റ്റിക്കിനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇവിടേക്ക് കാണാം ഞാൻ പറഞ്ഞു അല്ലേ? So remember the value of E for all the three types of collision. അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മറ്റേ ഏതില ഇൻഇലാസ്റ്റിക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ making use of this equation, we are obtaining one more equation which will enable us to find the final velocities v1 and v2. Okay. Now, example ഒരിക്കലും ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും നിൽക്കരുത്. Okay, that's the sole purpose of me giving you this brief discussion, right? അപ്പോൾ സോൾവ് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ I'm giving you the final expression now. So ഓർത്ത് വെക്കാൻ എളുപ്പ വഴി പറഞ്ഞുതരാം. So രണ്ട് വെലോസിറ്റി, രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്യുന്നു. Will it be elastic collision or inelastic collision or perfectly inelastic collision? മൂന്നിലും ഇന്റെ വാല്യൂ നമുക്ക് അറിയാം ഇല്ലേ? അപ്പോൾ നമ്മൾ വൺ ഡയമെൻഷണൽ കൊളീഷൻ ഇങ്ങനെ എഴുതാം. നമുക്ക് v1 നേരത്തെ വരച്ച ഫിഗറിൽ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബോഡി v1 ഫസ്റ്റ് ബോഡി is equal to m1 minus em2 into u1 plus 1 plus c m2 u2 divided by m1 plus m2. ഓക്കെ, ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ പറഞ്ഞുതരാം. ഇവിടെ 1 അല്ലേ, അപ്പൊ ഇവിടെ ആദ്യം വരുന്നത് 1, ഇവിടെ u1 v1 1 1 ഫൈൻ. നൗ അപ്പൊ ഇവിടെ 1 ടേംസ് വന്നല്ലോ, അപ്പൊ ഇവിടെ എന്താ 2 ടേംസ് വന്ന m2 u2. ഓക്കെ, ഇനി ഈ ഏതാണോ ഇലാസ്റ്റിക് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 1, ഇനി ഇലാസ്റ്റിക് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, ലൈസ് ബിറ്റ്വീൻ 0 and 1 ഒരു വാല്യൂ തരുമോ. ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിലോ ആണെങ്കിൽ ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ v2 ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നു പറയാമോ? ഇതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. m1 വരാം, v2 അല്ലാതെ വരുന്നത്. അപ്പൊ m2 മൈനസ് ഈ m1 2 1 1 1 അല്ലേ പറഞ്ഞേ, അപ്പൊ 2 2 2 വരണം അല്ലെ. u2 പ്ലസ് 1 പ്ലസ് e,
ഇവിടെ 2 ടേംസ് വന്നു. അപ്പൊ ഇവിടെ എന്ത് വരണം? 1. അപ്പൊ m1 u1 divided by m1 plus m2. m1 u1 divided by m1 plus m2. അപ്പൊ velocity of the first body after the collision and the second body after the collision നമുക്ക് കിട്ടി. Now ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഒട്ടുമിക്ക കേസസിലേക്ക് നമുക്ക് വരാൻ പറ്റും. പല പല ഡിഫറെന്റ് n നമ്പർ ഓഫ് കേസസ് ഉണ്ട് അവിടെ. ഞാൻ 2-3 കേസസ് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ എല്ലാ കേസസിലേക്കും ഈ ബേസിക് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് വരാൻ സാധിക്കും. ഓക്കെ, ഒന്നാമത്തെ കേസ്, സപ്പോസ് m1 ഈക്വൽ ടു m2. ഓക്കെ, അതായത് രണ്ടുപേരുടെ മാസ് ഈക്വൽ ആണ്. ആൻഡ് v1 is equal to u1. സോറി, v1 ആണ് കണ്ടുപിടിക്കേണ്ടത്. u1 is equal to u1, u2 is equal to u2. Just write like that. Now, assuming that collision is elastic collision. അപ്പൊ ഞാൻ ഈ കേസസ് ചെയ്യാൻ പോകുന്നതെല്ലാം ഇലാസ്റ്റിക് കൊളിഷൻ ആണ് കേട്ടോ. ഇലാസ്റ്റിക് കൊളിഷൻസിലാണ് കേസസ് കാണിക്കാൻ പോകുന്നത്. ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ഫസ്റ്റ് കേസ് v1 will be equal to, ഫസ്റ്റ് കണ്ടീഷനിൽ v1 കണ്ടുപിടിക്കാം. അപ്പൊ m1 ഈക്വൽ ടു m2 ആണ്. ഇലാസ്റ്റിക് കൊളിഷൻ ആണ്, ഈന്റെ വാല്യൂ എന്താ? 1. അപ്പൊ m മൈനസ് m ആയില്ലേ? അപ്പൊ ഇത് 0 ആയിപ്പോയി. എന്തുകൊണ്ടാ? m1 ഈക്വൽ ടു m2 ആണ്. ഈ എന്താണ്? ഇലാസ്റ്റിക് കൊളിഷനില് 1 ആണ് അല്ലെ? അപ്പൊ m മൈനസ് m എന്ന് വരും. m മൈനസ് m 0. ബാക്കി ഇവിടെ 1 വരുന്നു. സോ ഇറ്റ് ബി 2 m2 u2, m u2 divided by m1 plus m2 അല്ലേ? m plus m, that will be 2m. 2 m 2 cancel ആയി. അപ്പൊ v1 എന്ത് വരും? u2 വരും. Similarly, നമുക്ക് എന്താ കണ്ടുപിടിക്കാം? v2, that will get it as u1. അപ്പൊ എന്താ സംഭവിച്ചത്? രണ്ട് ബോഡീസും ഐഡന്റിക്കൽ ആണെങ്കിൽ, രണ്ടുപേരുടെ മാസും ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആഫ്റ്റർ ദ കൊളീഷൻ they are exchanging their velocity. എന്താ സംഭവിച്ചു? ആഫ്റ്റർ ദ കൊളീഷൻ they are exchanging their velocity. അപ്പൊ രണ്ട് പേരും ഐഡന്റിക്കൽ ആണെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ they are exchanging their velocity. ഓക്കെ, അപ്പൊ ഇത് ജനറൽ കേസ് ആയിട്ട് ഓർത്ത് വെക്കുക. രണ്ട് ഐഡന്റിക്കൽ ബോഡീസ് ആണെങ്കിൽ ആഫ്റ്റർ ദ കൊളീഷൻ they will exchange their velocity. Same direction ആയാലും ശരി, opposite direction ആയാലും ശരി, this process takes place given that the bodies are identical. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, രണ്ട് ബോഡീസ് ഒരെണ്ണം ഇങ്ങോട്ടും വന്ന് വിചാരിച്ചു, രണ്ട് ഐഡന്റിക്കൽ ആണ്. ഓക്കെ, ഹിറ്റ് ചെയ്തു, രണ്ടുപേരും ഹിറ്റ് ചെയ്തിട്ട് നേരെ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുമ്പോൾ എന്ത് പറ്റും? ഇവന്റെ u1 ആയിരുന്നു, ഇവന്റെ u2 ആയിരുന്നു വെലോസിറ്റി. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഇവന്റെ വെലോസിറ്റി u2ഉം ഇവന്റെ വെലോസിറ്റി u1ഉം ആയിട്ട് മാറും. They will exchange their velocities after collision. Clear? Right. So ഇത് തന്നെ നമുക്ക് like if you see like പല പല രീതിയിൽ നമുക്ക് പറയാം. u1 u2 വാല്യൂ കൊടുക്കാം. ഇപ്പൊ u1 equal to 0 കൊടുക്കാം. അങ്ങനെ പല കേസസ് നമുക്ക് പറയാം. ഇപ്പൊ ഒരാള് 0 എന്ന് വിചാരിച്ചു, u1 equal to 0, u2 equal to u2. അപ്പൊ v2 എന്ത് വരും? 0 വരും. v1 എന്ത് വരും? u2 വരും. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർക്കുക, രണ്ട് ഐഡന്റിക്കൽ ബോഡീസ് ആണെങ്കിൽ ആഫ്റ്റർ കൊളിഷൻ എന്ത് സംഭവിക്കും? They will exchange their velocity. ഒരൊറ്റ പോയിന്റ് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊരു ഐഡിയ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോഡി ഭയങ്കര മാസ് ഉള്ളതും മറ്റത് മാസ് കുറഞ്ഞു എന്ന് വിചാരിച്ചു. സോ നെക്സ്റ്റ് കണ്ടീഷൻ, m1 is equal to small m, capital M is very much greater than small m. അപ്പൊ ഇത് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ബോൾ താഴ്ത്തി കിട്ടും. അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കൺസിഡർ ചെയ്യുമ്പോൾ കമ്പയർഡ് ടു ദ മാസ് ഓഫ് ദ ബോൾ, ഫ്ലോറിന്റെ മാസ് ഭയങ്കര ഹൈ ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ ഒരു ബോൾ ഒരു ട്രക്ക് ഇങ്ങോട്ട് നമ്മുടെ നേരെ വരുന്നു, ഒരു ബോൾ ഇങ്ങോട്ട് വരുന്നു. ട്രക്ക് വരുന്നു, ഒരു ബോൾ വരുന്നു. ട്രക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ബോളിന്റെ മാസ് ചെറുതല്ലേ? അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഇത് വേണ്ട വരുന്നത് കേട്ടോ. സോ അഗൈൻ v1 is equal to u1 is equal to u1 and u2 equal to u2. അവിടെ എങ്ങനെ വരും നമുക്ക് നോക്കാം. സോ ഇവിടെ ഞാൻ എഴുതാൻ പോവാണ്, ശ്രദ്ധിക്കണേ. സോ ഹിയർ ഐ ആം ഗോണ റൈറ്റ് ഇറ്റ്. So m1 is equal to m ആണ്. Apply the formula. Again elastic collision ആണ് കേട്ടോ. Equal to 1. Elastic collision. So apply the formula. m1 is equal to m ആണ് അല്ലേ? അപ്പൊ v1 is equal to m1 വരെ capital M minus m2. ഈ 1 ആണ്. m2 എന്ന് പറഞ്ഞാൽ small m. u1 തന്നെ. Plus 1 plus e എന്ന് പറയുമ്പോൾ 2 വരും. m2 u2 എത്ര വരും? mu2 divided by capital M plus small m. Okay, so what will be the condition here? So ഞാൻ പറഞ്ഞു capital M is very large എന്ന് പറഞ്ഞു. അപ്പൊ അത് നെഗ്ലക്ട് ചെയ്യാതെ നമുക്ക്
So that will be equal to mu1 plus m1 mu1 plus what happens? 2mu2 divided by capital M plus small m. Capital M. Karana m is large, we can neglect that. Or this is equal to u1 plus 2m by capital M u2. So small m by capital M capital M is very large, but this will actually be a small velocity. So that is equal to u1 plus a small velocity. u1 plus a small velocity. Okay. So u1 ആരുടെ velocity ആയിരുന്നു? വന്ന ട്രക്കിന്റെ അല്ലേ? അപ്പൊ ആ ബോൾ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ട്രക്കിന്റെ വെലോസിറ്റി അങ്ങനെ തന്നെ നിൽക്കും, പ്ലസ് ഒരു ചെറിയ വെലോസിറ്റി കൂടെ ഇവിടെ ആഡ് അപ്പ് ആവും. ട്രക്കിന്റെ വെലോസിറ്റി അങ്ങനെ തന്നെ നിൽക്കും, പ്ലസ് അവിടെ ചെറിയ വെലോസിറ്റി കൂടി ആഡ് അപ്പ് ആവും. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണല്ലോ? ഓക്കെ. നൗ സെക്കൻഡ് കണ്ടീഷൻ v2 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ v2 കണ്ടുപിടിക്കാം. v2 is equal to m2 minus em1 അല്ലെ? m2 എന്താ സ്മോൾ m minus e1 എന്നറിയാം, capital M into u2 plus 2 into m1 u1 എന്ന് പറയുമ്പോൾ capital M u1 divided by എന്ത് വരും? small m plus capital M or capital M plus small m. Okay. Now what will be the corresponding result here? Let's see. അപ്പോൾ ഇവിടെ this will be equal to കറക്റ്റ് എഴുതിയിരിക്കുന്ന സംശയമൊന്നുമില്ലല്ലോ. Okay. Small m minus capital M എന്ന് പറയുമ്പോൾ capital M is very large. Small m നമുക്ക് neglect ചെയ്യാം. That will be minus m u2 plus 2m u1 by താഴെ capital small m neglect ചെയ്തു, capital M. That's equal to minus u2 plus 2u1. Okay. So what is happening there? എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? What is going to happen there? v2 velocity എന്തായി? v2 velocity, as you can see here, the body will be going back. അവൻ വന്ന ഡയറക്ഷനിൽ അവൻ തിരിച്ചു പോകും. ഈ ബോൾ ഇവിടെ വന്ന് ഞാൻ ഹിറ്റ് ചെയ്യുവാണെങ്കിൽ it goes back in the same direction and the corresponding velocity will be minus u2 plus 2u1. സംശയമില്ലല്ലോ? Now u1 actually depends on u1 velocity. So suppose ഈ ട്രക്ക് ഇവിടെ നിർത്തിയിട്ടേക്കുമെന്ന് വിചാരിച്ചു. ട്രക്ക് അവിടെ നിർത്തിയിട്ടേക്കോ ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്താണോ ആ വെലോസിറ്റി തന്നെ അവൻ തിരിച്ചു പോകും. ട്രക്ക് നിർത്തിയിട്ടേക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എസ് u1 is equal to 0 അല്ലെ? ട്രക്ക് നിർത്തിയേക്കോ എന്ന് പറഞ്ഞാൽ മീനിങ് എസ് u1 equal to 0. അപ്പൊ വന്ന വെലോസിറ്റി തന്നെ ആര് തിരിച്ചു പോകും? ബോൾ തിരിച്ചു പോകും. Understood? So in case of a collision with a massive body, this is a condition. അപ്പൊ നമ്മൾ v1 corresponding condition കണ്ടുപിടിച്ചു, v2 കണ്ടുപിടിച്ചു. അപ്പൊ ഈ രണ്ട് കേസസ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഈ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്താൽ ഇവിടെ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത് തന്നെ പല രീതിയിൽ വരാം. ഈ പറഞ്ഞ പോലെ u1 0 ആകാം. അപ്പോൾ വാട്ട് ഇസ് എ കണ്ടീഷൻ ഫോർ v1 and v2 കണ്ടുപിടിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ബട്ട് എല്ലാത്തിന്റെയും ബേസ് ഈ രണ്ട് ഇക്വേഷൻസ് തന്നെയാണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെച്ച് യു ആർ ഓൺ ദ സേഫ് സൈഡ്. ഓക്കെ. So now we are moving on to two-dimensional collision. Two-dimensional പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി worth remembering. The condition for the kinetic energy lost during a collision. KE lost. Now kinetic energy lost during a collision എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു collision നടക്കുമ്പോൾ there will be some loss in kinetic energy, right? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം KE final of the system, final kinetic system minus KE initial of the system. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്: ഹാഫ് ഇൻറ്റു m1 m2 by m1 plus m2 u1 minus u2 the whole square into 1 minus e square. So please remember this equation. The kinetic energy lost during a collision is given by half into m1 m2 by m1 plus m2 u1 minus u2 the whole square into 1 minus e square. ഇത് ഓർത്ത് വെക്കുക ഈ കറസ്പോണ്ടിങ് കണ്ടീഷൻ. ദ കൈനറ്റിക് എനർജി ലോസ്റ്റ് ഡ്യൂറിങ് എ കൊളിഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ. സോ ഇതും കൂടി ഓർത്ത് വെച്ചേക്കാം. റൈറ്റ്. നൗ ടു ഡയമെൻഷണൽ കൊളിഷൻ. അപ്പൊ ടു ഡയമെൻഷണൽ കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് പല രീതിയിൽ നമുക്ക് പറയാം. ഒന്നല്ലെങ്കിൽ ബിഫോർ കൊളീഷൻ ഇറ്റ്സെൽഫ് 2-dimensional പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ 2-dimensional പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ 2-dimensional പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഇനീഷ്യലി u1, ഇത് m1, ഇത് m2, ഇത് u2. കൊളീഷൻ കഴിയുമ്പോൾ they are actually moving this direction. ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. ഇത് നമുക്ക് m1 എന്ന് വിളിക്കാം, ഇത് v1, ഇത് m2 എന്ന് എടുക്കാം, ഇത് v2. അപ്പൊ ഇവരുടെ ആംഗിള് ഇത് നമുക്ക് phi എന്ന് വിളിക്കാം, ഇത് നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ചിലപ്പോൾ സെയിം ആവാം കേട്ടോ, നോ പ്രോബ്ലം. നോ, അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോഴും അറിയാവുന്ന ഒരു കണ്ടീഷൻ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺസ് എംപിരിക്കൽ ഫോർമുല ഡിഫൈൻ ചെയ്തത്, നമ്മുടെ ഈ വാല്യൂ ഇല്ലേ, ഡിഫൈൻ ചെയ്തത് 1-dimensional കൊളീഷന് മാത്രം. ദാറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ 2-dimensional കൊളീഷൻ. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ വാല്യൂ അല്ലെങ്കിൽ ഡേറ്റ അവിടെ അറിഞ്ഞാലേ 2-dimensional കൊളീഷൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് എക്സ്ട്രാ ഡേറ്റ? വി ഷുഡ് നോ ദ വാല്യൂ ഓഫ് phi ഓർ തീറ്റ, ഓർ വേറെ വല്ല v1 ഓ v2 വല്ല നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് റൈറ്റ് ദ ഇക്വേഷൻ ആൻഡ് സീ. സോ ഇഫ് ഇറ്റ് ഇസ് എൻ ഇലാസ്റ്റിക്, ഞാൻ ആദ്യം ഇലാസ്റ്റിക് എന്ന് പറയാം. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്നറിയോ? ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം will be equal to the final kinetic energy of the system. അപ്പൊ kinetic energy കൺസർവേഷൻ യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. half m1 u1 square plus half m2 u2 square is equal to half m1 v1 square plus half m2 v2 square. അത് നമുക്ക് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം there. ഓക്കെ, സോ kinetic energy conservation ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. Now momentum conservation അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, you have to apply the momentum conservation along the horizontal direction and the vertical direction. Okay, നമുക്ക് ഈ വെലോസിറ്റിനെ ഒന്ന് റിസോൾവ് ചെയ്യാം. ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ v1 cos phi, അതിൽ ഇത് v2 cos theta. ഇങ്ങോട്ട് റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ v1 sin phi, താഴത്തേക്ക് v2 sin theta. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. So m1 u1 plus m2 u2 should be equal to horizontal direction m1 v1 cos phi plus m2 v2 cos theta. Fine. So m1, this is the condition we are applying. So horizontal direction momentum conservation applied. In vertical direction apply ചെയ്യുമ്പോഴോ we can write initial എടുക്കുമ്പോൾ അവിടെ vertical direction motion ഒന്നുമില്ല. അപ്പോൾ initially there is no momentum along the vertical direction. Finally ഉള്ളൂ, ഇത് മുകളിലേക്കാണ്, ഇത് താഴത്തേക്കാണ്, right? So we can write m1 v1 sin phi is equal to m2 v2 sin theta. എന്താ ഈക്വൽ എഴുതാൻ കാരണം? ഇനീഷ്യൽ മൊമെന്റം എന്താ? 0 ആണ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ അല്ലേ? സോ ഇനീഷ്യൽ മൊമെന്റം 0 ആയി വെർട്ടിക്കൽ ഡയറക്ഷനിൽ. ഫൈനൽ മൊമെന്റം m1 v1 sin phi minus m2 v2 sin theta എന്നാണ് വരുന്നത്. അത് അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ we are getting like this. m1 v1 sin phi is equal to m2 v2 sin theta. Okay. Now നമുക്ക് ഈ kinetic energy conservation പ്രിൻസിപ്പിളും ഈ ഇക്വേഷൻസും you can solve it and you can ഒരു ഫൈനൽ ഓപ്ഷൻ ആൻസർ ആയിട്ട് തരുന്നില്ല because it's better to remember this concept. ചിലപ്പോ ടേംസ് ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇക്വേഷൻ യൂസ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ സാധിക്കും പലപ്പോഴും പല ക്വസ്റ്റനിലും. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ we can see that. അപ്പോൾ better to remember these conditions. ഒന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ മൊമെന്റം കൺസർവേഷൻ, വെർട്ടിക്കൽ ഡയറക്ഷനിലെ മൊമെന്റം കൺസർവേഷൻ, പിന്നെ നേരത്തെ എഴുതിയ കൈനറ്റിക് എനർജി കൺസർവേഷൻ. ഓക്കെ, ഇലാസ്റ്റിക്കിൽ വലിയ പ്രശ്നമില്ല, കാരണം നമുക്ക് വി ഹാവ് 2-3 ഇക്വേഷൻസ് there. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യണ പ്രശ്നമില്ല. പക്ഷെ ഇൻഇലാസ്റ്റിക്കും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഇറ്റ് ബിക്കംസ് tedious task there. But don't worry, sufficient data will be provided to you and you will be able to solve the questions based on 2-dimensional collisions also. Okay. So നമ്മൾ വർക്ക് എനർജി പവറിൽ ഏകദേശം എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. Now we will be actually moving on to some additional points. Strictly exam point of view വരുന്ന കുറച്ച് additional points കൂടെ നമുക്ക് കാണാം. Okay. So one of the very important questions that may appear for your examination is about the rebounding of a ball problems. So rebounding of ball means we are dropping a ball from a certain height. So at every height it is rebounding. As you can see, the height is actually decreasing every instant. Okay, the height is actually decreasing.
So which means sometimes they'll ask you what is the height attained by the ball after the nth rebound. അതായത് ഒന്നാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം റീബൗണ്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ഹൈറ്റ് അറ്റൈൻഡ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ the corresponding equation that you uses hn is equal to e raised to 2n h naught. അവിടെ n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ റീബൗണ്ട് ആണ്. If it is a fifth rebound means n is equal to 5. Say for example h5 ആണ് ചോദിച്ചതെന്ന് വിചാരിച്ചോളൂ. So that will be equal to e raised to 2 into 5 h naught. That is equal to e raised to 10 h naught. Fine. അപ്പോൾ h naught is the initial height. ആ ബോൾ ഇനീഷ്യലി ഡ്രോപ്പ് ചെയ്യുന്ന ഹൈറ്റിനെയാണ് h naught എന്ന് പറയുന്നത്. അപ്പൊ എത്രാമത്തെ അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ഫോർത്ത് റീബൗണ്ട് എന്ന് ചോദിച്ചാൽ ഡയറക്ട്ലി ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ. Now ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് h എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോൾ ബിഫോർ ഇറ്റ് സ്റ്റോപ്സ്. അപ്പൊ ഓരോ വട്ടവും ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് റീബൗണ്ട് ചെയ്യുമ്പോഴും ഹൈറ്റ് കുറഞ്ഞു വരുമോ, കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. ഓക്കെ. ലോസസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ റീബൗണ്ട് ഒറിജിനൽ ഹൈറ്റിലേക്ക് റീബൗണ്ട് ചെയ്തേനെ. പക്ഷെ ഇവിടെ as you know in practical situations it just keeps on decreasing or losing its energy and finally stop off. അപ്പൊ h എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ട്രാവൽ ബിഫോർ ഇറ്റ് സ്റ്റോപ്സ് ആണ്. that is given by h naught നമ്മുടെ ഒറിജിനൽ ഹൈറ്റ് into 1 plus e square by 1 minus e square. Clear? സംശയമില്ലല്ലോ. അപ്പൊ e എന്താ? what is e? E is the coefficient of restitution e. Okay. കുറച്ചുകൂടെ നമ്മൾ കോഡിഷൻസിൽ പറഞ്ഞ e തന്നെയാണ് e. Now മൂന്നാമത്തെ കണ്ടീഷൻ ഇവിടെ തന്നിട്ടുള്ള ടൈം t. ഈ t എന്ന് പറയുന്നത് ഒരു റീബൗണ്ടിന്റെ സമയമല്ല. ഇറ്റ് ഇസ് എ ടൈം ടേക്കൺ or the time after which the ball stops. എത്ര സമയം കഴിയുമ്പോഴാണ് ബോൾ സ്റ്റോപ്പ് ആകുന്നത് ആ ടൈം t ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ബോൾ റീബൗണ്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് സ്റ്റോപ്പ് ആവും. ഡിസ്റ്റൻസ് ഹൈറ്റ് ട്രാവൽ ചെയ്ത് സ്റ്റോപ്പ് ആവും. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രാവൽ ചെയ്ത് സ്റ്റോപ്പ് ആവും. അപ്പോൾ ടൈം ടേക്കൺ ഫോർ ദാറ്റ് 1 plus e by 1 minus e into root of 2h naught by g. Clear? ലാസ്റ്റ് വൺ എഴുതിയിരിക്കുന്നത് ദ വെലോസിറ്റി ആഫ്റ്റർ ദ nth റീബൗണ്ട്. അപ്പൊ nth റീബൗണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ nth റീബൗണ്ടില് അവന്റെ വെലോസിറ്റി എന്താണ്? സോ അപ്പൊ v നോട്ട് എന്നൊരു ടേം ഉണ്ട്. ഹൗ ഡു യു ഫൈൻഡ് v നോട്ട്? നമുക്കറിയാം ഇനീഷ്യലി ഡ്രോപ്പ് ചെയ്യുന്ന ഹൈറ്റ് h നോട്ട് എന്നല്ലേ. അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാം ഹൈറ്റ് h നോട്ട് ആണ്. മേക്കിംഗ് യൂസ് ഓഫ് v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഒരു സംഭവം ഡ്രോപ്പ് ചെയ്യുന്ന ഇൻസ്റ്റന്റില് what is the initial velocity? Initial velocity will be u equal to 0. സംശയമില്ലല്ലോ. അപ്പൊ നമ്മുടെ v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും v സ്ക്വയർ is equal to 2a അല്ലെങ്കിൽ g h naught അല്ലെങ്കിൽ v naught എന്ന് എഴുതാം. അതിനെ that's equal to root of 2g h naught. അപ്പൊ v naught എന്ന് പറയുന്നത് root of 2g h naught ആണ്. അതാണ് ഈ v naught എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം ഒന്ന് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തു, മുകളിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദാറ്റ് വെലോസിറ്റി? രണ്ടാമത് വന്ന് ഹിറ്റ് ചെയ്തു, മുകളിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദാറ്റ് വെലോസിറ്റി? അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. vn is equal to e raised to n v naught. Okay, so rebounding problem ആണ് ഇപ്പൊ പറഞ്ഞത്. Rebounding of a ball on a surface. But this is very important. Please remember these conditions so that you will be able to directly solve the question. ഇത് ഓർത്ത് വെച്ചില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല ഓർത്ത് വെക്കാതെ. ബട്ട് കൈനറ്റിക് എനർജി കൺസർവേഷനും കൈനറ്റിക് എനർജി ലോസ്റ്റും എല്ലാം കൂടെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇറ്റ് ടേക്സ് യുവർ ടൈം, കൺസ്യൂംസ് യുവർ ടൈം. അണ്ടർസ്റ്റാൻഡ്? നീറ്റ് ആണെങ്കിൽ ഒരേ ഒരു മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ. സോ പ്ലീസ് റിമെമ്പർ ദീസ് ഇക്വേഷൻസ് ആൻഡ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. Okay, now we move on to the next important condition. See, what is the work done pulling a chain back onto the table? Okay, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ചെയിൻ ഇങ്ങനെ കിടക്കുവാണ്. അവിടെ 1/nth of the chain is hanging over the edge of the table. അപ്പൊ നമ്മൾ ഇവിടെ ആക്ച്വലി സോൾവ് ചെയ്യുന്നത് നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ കൺസെപ്റ്റ് ഒക്കെ എടുക്കും. ഇവിടെയാണ് ഈ ഹാങ്ങിങ് പോർഷന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എടുക്കും. എന്നിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഐ എം ആക്ച്വലി അത് സൊല്യൂഷൻ നിങ്ങൾ കാണിക്കുന്നില്ല, എങ്ങനെ സോൾവിംഗ് മെത്തേഡ് കാണിക്കുന്നില്ല. ബട്ട് റിമെമ്പർ ദിസ് ഫൈനൽ ഇക്വേഷൻ. ഇത് ഓർത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് ആ ക്വസ്റ്റിലേക്ക് വരാം. ഇതും അഗൈൻ ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു mgl by 2n square. അപ്പൊ 1/nth of a chain is hanging എന്ന് പറയുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ 1/3 is hanging എന്ന് പറഞ്ഞാൽ n should be equal to 3. 1/4 of a chain is hanging എന്ന് പറഞ്ഞാൽ n is equal to 4. മനസ്സിലായല്ലോ? അപ്പൊ കറസ്പോണ്ടിംഗ്ലി എന്നിന്റെ വാല്യൂ എന്താണോ എന്നിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് the work done in pulling a chain back onto the table കിട്ടും. ക്ലിയർ ആണല്ലോ?
ഇനി അടുത്തത് വെലോസിറ്റി ഓഫ് ദ ചെയിൻ വൈ ലീവിംഗ് ദ ടേബിൾ. അതായത് ഈ ചെയിൻ ഇപ്പൊ ഇങ്ങനെ ഇനീഷ്യലി ഇങ്ങനെ ഫ്രിക്ഷൻ ഒക്കെ കാരണം ഇറ്റ് ഇസ് ആക്ച്വലി ലൈങ് ലൈക്ക് ദിസ്. ഇനി സപ്പോസ് ദ ചെയിൻ ഇസ് ഫോളിംഗ് ഡൗൺ, ചെയിൻ മൊത്തമായിട്ട് താഴത്തേക്ക് വീണു പോവുകയാണ്. ചെയിൻ മൊത്തമായിട്ട് താഴത്തേക്ക് വീണു പോകുമ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ചെയിൻ വെൻ ഇറ്റ് ലീവ്സ് ദ ടേബിൾ? എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി is given by root of g into l. L എന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ചെയിൻ into 1 minus 1 by n square. അപ്പൊ എന്താ ഇവിടെ again അവിടെ പിന്നെയും ക്വസ്റ്റ്യൻ പറയും 1 by nth of the chain is hanging അല്ലെങ്കിൽ 1 by third of the chain is hanging എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? 3 എന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതും നമുക്ക് ആക്ച്വലി എനർജി കൺസർവേഷൻ വെച്ച് കിട്ടുന്നതാണ്. ഇനീഷ്യൽ എനർജി ഫൈനൽ എനർജി ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന കണ്ടീഷൻ ആണ്. അപ്പൊ ഏതർ യു ക്യാൻ യൂസ് എനർജി കൺസർവേഷൻ ദയർ. ഇനി അത് ഉപയോഗിച്ച് സമയം കളയാതിരിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. V is equal to root of GL into 1 minus n square. Okay, I hope it is clear. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ please do comment below. Right? Okay, now we want move on to the last one and the very important one. Now, bullet and block system. So, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് is coming here with a certain velocity u. ബുള്ളറ്റിന്റെ മാസ് സ്മോൾ m എന്നെടുത്തു, ബ്ലോക്കിന്റെ മാസ് നമുക്ക് ക്യാപിറ്റൽ M എന്നെടുക്കാം. ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, ക്യാപിറ്റൽ L. Now, ഈ ബുള്ളറ്റ് വന്ന് ഈ മാസിനെ ഹിറ്റ് ചെയ്യുമ്പോൾ what is happening? ഇനീഷ്യലി ഈ ബുള്ളറ്റിന് ഒരു എനർജി ഉണ്ടാവും. എന്ത് എനർജി? കൈനറ്റിക് എനർജി അല്ലേ? സോ ഹാഫ് m u സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, now we are assuming that ഒരു കേസ് ആയിട്ട് ഈ ബുള്ളറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ മാസ് ഗെറ്റ്സ് എംബഡഡ് ഇൻ ഇറ്റ്. എംബഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് മാസിനകത്ത് കയറിയോടെ സ്റ്റോപ്പ് ആയി നിന്നു. അപ്പൊ ഇനിയുള്ള മോഷൻ ബുള്ളറ്റ് മാസും കൂടി ഒരുമിച്ചാണ്. ഓക്കെ, അപ്പൊ രണ്ട് കേസസ് ആയിട്ട് വരാം. ഇവിടെ ഞാൻ ഒരു കേസാണ് കാണിച്ചിട്ടുള്ളത്. ഇഫ് ദേ ആർ മൂവിംഗ് ടുഗെദർ വാട്ട് ഇസ് ദ സിറ്റുവേഷൻ ആണ് ഞാൻ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബുള്ളറ്റ് മാസിനകത്ത് കയറി നിന്നു ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ദേ ആർ മൂവിംഗ് ടുഗെദർ. അപ്പൊ ഇതിനകത്തൊരു സ്മോൾ എം കൂടി ഉണ്ട്. ആരുടെ മാസ്? ബുള്ളറ്റിന്റെ മാസ് കൂടി ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, സോ ആഫ്റ്റർ ദ കൊളീഷൻ ദേ ആർ മൂവിംഗ് ടുഗെദർ. അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ബുള്ളറ്റിന്റെ ഇനീഷ്യൽ എനർജി ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ദി കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം ആയി മാറും. അതിനുശേഷം ആ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. മനസ്സിലായോ? ബുള്ളറ്റിന്റെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? ഈ സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും, എനർജി കൺസർവേഷൻ. അത് എന്തായിട്ട് മാറും? ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ രണ്ട് വട്ടം എനർജി കൺസർവേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും അതിന്റെ കറസ്പോണ്ടിങ് ആൻസേഴ്സ്. ഓക്കെ, സോ ആ ഇക്വേഷൻസ് ഐ ആം ആക്ച്വലി ഡയറക്ട്ലി ഗിവിംഗ് ടു യു. ഇതും പഠിച്ചു വെക്കുക, ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ആദ്യം എഴുതിയിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ദ സിസ്റ്റം ആണ്. ഈ സിസ്റ്റത്തിന്റെ വെലോസിറ്റി എപ്പോ ഈ ബുള്ളറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം ഈ സിസ്റ്റത്തിന്റെ വെലോസിറ്റി എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ദാറ്റ്സ് ഗിവൺ ബൈ mu ഡിവൈഡഡ് ബൈ m പ്ലസ് ക്യാപിറ്റൽ M. M നിങ്ങൾക്ക് അറിയാം, സ്മോൾ m എന്താണ്? മാസ് ഓഫ് ദ ബുള്ളറ്റ്, ക്യാപിറ്റൽ M മാസ് ഓഫ് ദ ബ്ലോക്ക്. ഓക്കെ, അപ്പൊ വെലോസിറ്റി ഓഫ് ദ സിസ്റ്റം, ഈ ബുള്ളറ്റ് സിസ്റ്റത്തിൽ ഹിറ്റ് ചെയ്തതിനു ശേഷം അവന്റെ വെലോസിറ്റി ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. വെലോസിറ്റി is equal to mu divided by small m plus capital M. ഓക്കെ, ഇനി വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് എന്നാണ് അടുത്ത് എഴുതിയിട്ടുള്ളത്, വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. അപ്പൊ ഈ ഇക്വേഷൻ ആക്ച്വലി നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന്, ചിലപ്പോൾ ക്വസ്റ്റനിൽ ഈ ഹൈറ്റ് തന്നിട്ടുണ്ടാവും, യു കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ ക്വസ്റ്റനിൽ യു തന്നിട്ടുണ്ടാവും, ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയും. ഇപ്പൊ രണ്ട് കേസിലും നമുക്ക് ഈ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ യു അറിയാമെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാം, ഹൈറ്റ് അറിയാമെങ്കിൽ യു കണ്ടുപിടിക്കാം. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണത്. So velocity of the initial velocity of the bullet ആണ് കേട്ടോ ഇത്. Initial velocity of the bullet. സംശയം വരരുത്. Initial velocity of the bullet. M plus M by M root of 2gh. അപ്പൊ ഹൈറ്റ് അറിയാമെങ്കിൽ u കണ്ടുപിടിക്കാം, u അറിയാമെങ്കിൽ ഹൈറ്റും കണ്ടുപിടിക്കാം. ഓക്കെ, now ഇവിടെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം, ഈ ബുള്ളറ്റ് ഇവനെ ഹിറ്റ് ചെയ്തതിനു ശേഷം അവന്റെ കയ്യിൽ കുറെ എനർജി ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് ആക്ച്വലി മൂവിങ് ഔട്ട്. ഇതിന് പുറത്തേക്ക് വന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അഗെയിൻ മേക്ക് യൂസ് ഓഫ് എനർജി കൺസർവേഷൻ. ഓക്കെ, അപ്പൊ വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൽ നമ്മുടെ വർക്ക് എനർജി തിയറംസിന് ചുറ്റുമാണ് ഇത് റിവോൾവ് ചെയ്യുന്നത് കൂടുതലും. അപ്പൊ ഇഫ് യു നോ എനർജി കൺസർവേഷൻ, ഇഫ് യു നോ ടു അപ്ലൈ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പൽസ്, ഇവിടുന്ന് വരുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. Okay, and take special care that you learn collisions correctly. കേട്ടോ, കാരണം collisions ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. Okay,
So I hope it is clear for you. So please learn all these conditions, and at application level problems practice which is very, very important. So this is just a brief overview. This chapter detailed, just a brief overview. I repeat, just a brief overview of the chapter from entrance point of view. Okay, so I hope you have understood the chapter. And in case you have any doubts, please feel free to comment below. I'll be very happy to clear it for you. And please do subscribe to the channel Basis Physics Classroom, and please click on the bell icon for further notification also. Okay, so see you again till next time.